ഭാവിയെക്കുറിച്ചുള്ള വേവലാതിയാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് നിങ്ങളെ ഉത്കണ്ഠയിലേക്ക് നയിക്കും. പകരം പഴയ കാലങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണോ നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ തീർച്ചയായും അത് വിഷാദത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. പഴയകാല ഓർമ്മകൾ അത് മനസ്സ് ഓർമ്മിപ്പിക്കുക ഒരു 80% നെഗറ്റീവായിരിക്കും. ശരിയല്ലേ? ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടിടുമ്പോൾ അത് താലോലിച്ച് നമ്മളിങ്ങനെ അതിൻ്റെ യാത്രയിൽ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ വിഷാദത്തിലേക്ക് പോകുവാനും പിന്നെ അതിൽ നിന്ന് പെട്ടെന്ന് മുക്തയാവാനൊന്നും നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നിങ്ങളെ ചിന്തകളെ ശ്രദ്ധിക്കുക. ബീവെയർ കേട്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാവും അല്ലേ? ബീവെയർ ഓഫ് ഡോഗ്. ചില സ്ഥലത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, ബീവെയർ ഓഫ് ഡോഗ്, നായയുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചിന്ത എന്താണോ, നല്ലതാണോ, എനിക്ക് വേണ്ടതാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നിരീക്ഷിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ചില ആളുകൾ പറയും, ഞാൻ നന്നാവാൻ റെഡിയാണ്, എനിക്ക് മാറ്റം കൊണ്ടുവരാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ ചുറ്റിലുള്ളവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ നമ്മൾ പറയാറില്ലേ? ചുറ്റിലുള്ളവർ സമ്മതിക്കുന്നില്ല. എനിക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരും അതിന് സമ്മതിക്കില്ല. എനിക്ക് മാറ്റമുണ്ട്, പക്ഷേ കൂടെയുള്ളവർ സമ്മതിക്കുന്നില്ല. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, കൂടെയുള്ള ആളുകളെ നന്നാക്കിയിട്ട് നമുക്ക് ഒരിക്കലും നന്നാകാൻ സാധിക്കില്ല. എന്തിന് അവരുടെ വാക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? വില കൊടുക്കണം. ഞാൻ അനുവദിക്കാതെ ഒരാളുടെ വേദന ഞാൻ സ്വീകരിക്കില്ല. ഓക്കെ, നിങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഞാൻ കരയുന്നത്. തയ്യാറായില്ലെങ്കിലോ എനിക്ക് കരച്ചിലുമില്ല, ഐ എം ഹാപ്പി. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അത്ര ഈസി ഒന്നും അല്ല അത്, എങ്കിലും പിന്നെ നിങ്ങൾക്കതിന് കഴിയും. മനസ്സിനെ കട്ടിയുള്ളതാക്കി മാറ്റാൻ കഴിയണം. എങ്ങനെ ഈ കട്ടി ഉണ്ടാക്കുക? ദുഷ്ടത്തിലൊക്കെ ചെയ്ത് മറ്റുള്ളവരെയൊക്കെ വെറുപ്പിച്ച്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ മതി എന്നുള്ളൊരു ചിന്തയായിട്ട് നടക്കാനാണോ ഞാൻ പറയുന്നത്? ഒട്ടുമല്ല. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം കീപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരുടെ സന്തോഷത്തോടെ ഇരുന്നുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ചിലപ്പോൾ അവരെ മൈൻഡ് സെറ്റ് ഒന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല. അവരെപ്പോഴും നമ്മളോട് എന്ത് ചെയ്യും? അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയോ അല്ലെങ്കിൽ വേദനിപ്പിച്ച് വാക്കുകൾ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നിരന്തരം പ്രാക്ടീസിലൂടെ അവർക്ക് പോലും മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതെങ്ങനെയെന്നായിരിക്കും ചില കാര്യങ്ങൾ ഞാനിവിടെ പറയും. അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ഹൈ പവറാണുള്ളത്. ഓക്കെ, ഓരോ ചിന്തയ്ക്കും എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരം ചിന്തിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ സസൂക്ഷ്മം വിലയിരുത്തണം. വിലയിരുത്തിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇന്ന് പുറത്ത് കിടക്കാനാവുക. ചില വ്യക്തികളൊക്കെ ഉണ്ട്, അവരെപ്പോഴും ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരിക്കും. പല പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ അവരോട് എത്ര മാറാൻ നിങ്ങളിങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞാലൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവരെന്ത് ചെയ്യും? ഞാനിങ്ങനെയൊക്കെ ജീവിച്ചു കൊള്ളാം, ഞാൻ ദൈവത്തിന് കുറേ പ്രാർത്ഥിച്ച് ദൈവത്തോടെല്ലാ സങ്കടവും പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കാം. എന്നിട്ടെന്താണ് ഫലം? ഒന്നും നടന്നില്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് കുറ്റവും പറയാം അല്ലേ? ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ലൈഫിൽ? തഥാസ്തു എന്നാണ് ദൈവം പറയും. നീ എന്താണോ ചിന്തിക്കുന്നത് നീ അതാണ്. അത്രയേ ഉള്ളൂ. അമ്പലങ്ങളിലും പള്ളികളിലും എല്ലാം എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് തഥാസ്തു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മൾ എന്താണോ, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും അതെല്ലാം നിറയുകയാണ് ഓരോ സെക്കൻഡിലും എന്ന് ഞാൻ പറയുമ്പോൾ തഥാസ്തു. അല്ലെങ്കിൽ എൻ്റെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇവരും കാരണമാണ്, ഇവള് കാരണമാണ്, എൻ്റെ ജീവിതം ഞാനിങ്ങനെ ചിന്തിക്കുന്നതിലധികം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തഥാസ്തു. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. ഓക്കെ, നമ്മൾ കരുതും എൻ്റെ ജീവിതം തീർന്നു, എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, എന്നെ ആരും കൂട്ടുന്നില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. അത് നമ്മുടെ വെറും തോന്നലാണ്. കാരണം നമ്മുടെ ചിന്ത അങ്ങനെയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് അകലാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അകന്നുകൊണ്ടിരിക്കും, അടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ഒരു സമയമൊക്കെ എടുക്കും. പെട്ടെന്നൊന്നും ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ കയറിയത് കൊണ്ടോ
അല്ലെങ്കിൽ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഒരു 10 ദിവസത്തെ ക്ലാസ്സോ അല്ലെങ്കിൽ 20 ദിവസത്തെ ക്ലാസ്സോ കയറിക്കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 90 ദിവസം അതിൽ കൂടുതലും എടുക്കണം. ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കേ ഉള്ള ഒരു വ്യക്തി കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് മാറ്റം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു മാസത്തെ കോഴ്സ് കണ്ടിന്യൂ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റം. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ പല വേദനകളും ഉണ്ടാവും, ഇന്നർ ചൈൽഡിലും ഉണ്ടാവും. ഓക്കെ, അതൊന്നും ഹീൽ ചെയ്യാതെ നമ്മളിങ്ങനെ കുറേ പ്രാക്ടീസുകൾ നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നല്ലതാണ്. ലൈഫിൽ മാറ്റം വരും, ഓക്കെ. പക്ഷെ കുറച്ച് നേരത്തേക്ക് മാത്രമാണ്, അതിനൊരു സ്ഥിരത ഉണ്ടാവില്ല. വീണ്ടും പല പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്കത് താങ്ങാനുള്ള ഒരു കരുത്തുണ്ടാവുകയില്ല. പക്ഷേ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ഉള്ള എടുത്ത വ്യക്തിയെ സംബന്ധിച്ച് അതൊക്കെ ഈസിയായി നേരിട്ട് അതിൻ്റെ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ സാധിക്കും. കാരണം ഉള്ളിൽ പ്രത്യേകിച്ച് ബ്ലോക്കൊന്നുമില്ല. ബ്ലോക്ക് ഇല്ലാതാവുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത്തരം പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് നല്ലൊരു ചേഞ്ച് ലൈഫിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ലഭിക്കുന്നത്. കാരണം നമുക്ക് ഇത്രയും കാലം നമ്മുടെ മനസ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്തത് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും കണ്ടും കേട്ടും ഉള്ള ഇൻഫർമേഷനാണ്. അത് ബ്രെയിൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ കഴിഞ്ഞ ലൈഫിൽ, അതായത് ഇത്രയും സങ്കടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നത്. കാരണം നമ്മൾ അട്രാക്ട് ചെയ്തെടുത്തതാണ്. ഇതറിയാതെയാണ് നമ്മൾ പലതും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴുക്കി കളയുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെടുള്ളൊരു കാര്യം തന്നെയാണ്. എത്ര പെട്ടെന്ന് ഈസി അല്ല അത്. ഓക്കെ, മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യുന്നത് ഈസിയാണോ എന്ന് ചോദിച്ചാൽ അത്ര ഈസി ഒന്നുമല്ല. പക്ഷേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് നടത്താനും കഴിയും. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിത വിജയത്തിൻ്റെ പല കാര്യങ്ങളും നമുക്ക് നേടാൻ പല ടിപ്സുകളും നമുക്ക് ഇന്ന് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ പരീക്ഷിച്ച് നോക്കി, പക്ഷെ ഒന്നിനൊരു മാറ്റം കാണുന്നില്ല. ലൈഫിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊന്നും അല്ല ഞാൻ ആഗ്രഹിച്ചത്. ഇതിലൊക്കും മേലെ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ 90 ദിവസത്തെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേണിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 3 മാസത്തെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഓരോ വ്യക്തികളുടെയും പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള കറക്റ്റ് സൊല്യൂഷനാണ് നൽകുന്നത്. ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക, വിളിക്കുകയോ ചെയ്യുക. ഈ ലോകം എത്ര മനോഹരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം, സന്തോഷം നിറഞ്ഞതാണ്. അതായത് ഈ നിമിഷത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ കഴിയണം. ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെല്ലാ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ നിമിഷത്തിൽ ഭാവിയെക്കുറിച്ചൊന്നും ഓർക്കാതെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ടാവും, കടഭാരങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കും ചിലപ്പോൾ വേലാതി. അതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ ചിന്തിക്കാതെ നിങ്ങൾക്ക് ഒരു ദിവസം സന്തോഷത്തോടെ പോകാൻ കഴിയണ്ടേ? അങ്ങനെ ദിവസങ്ങളോട് ഹാപ്പി ആയിട്ട് പോകാൻ കഴിയുമ്പോൾ കടം വീടാനുള്ള വഴികൾ പോലും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യും? തെളിഞ്ഞു വരും. നമ്മൾ അതിന് പകരം എന്താ ചെയ്യുക? ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഡിപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. കഴിഞ്ഞു പോയ വേദനകളെ ഓർത്തെടുക്കും മനഃപൂർവ്വം. ഓരോ വ്യക്തികളെ കാണുമ്പോൾ അതെല്ലാം ഓർത്തെടുത്ത് നമ്മളെന്ത് ചെയ്യും? പുറത്തേക്ക് വിടുന്നത് ഫീലിങ്സ് എന്താണ്? സങ്കടത്തിൻ്റെയും സമാധാനമില്ലായ്മയുടേതായിരിക്കും. അപ്പോൾ ജീവിതം എങ്ങനെയാണ് സക്സസ്സിലേക്ക് പോവുക? നിങ്ങൾ തന്നെ പറയും. നമ്മൾ എന്താണോ ആകുന്നത് നമ്മൾ അങ്ങനെയാണ് ആയിത്തീരുക. അപ്പോൾ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കണ്ടിന്യൂസ്, അതായത് ഒരു കുറച്ച് ദിവസത്തെ മാറ്റമല്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 90 ദിവസത്തെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേണിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ജേണി നിങ്ങൾക്ക് വലിയൊരു അനുഭവം തന്നെയാണ് നൽകുന്നത്. എപ്പോഴും നമ്മളൊരാളുടെ കീഴിൽ നമ്മൾ സന്തോഷിച്ച്, അതായത് നമ്മളൊരാളുടെ അടുത്ത് പോയിരുന്ന് അത് കേട്ടുകൊണ്ട് ഇങ്ങനെ ജീവിതം തള്ളി നീക്കുന്നുണ്ട്. നമുക്ക് നമ്മളുടേതായ എന്ത് കിട്ടും? നമുക്ക് നമ്മളുടേതായ ഒരു ലോകം കിട്ടും. അവിടെ തീരുമാനം എടുക്കാനുള്ള പക്വത നമുക്ക് വരുത്താൻ കഴിയും.
അങ്ങനെ മനസ്സിന് കൺസിസ്റ്റൻ്റായി പ്രാക്ടീസിലൂടെ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും സാധിക്കും. പിന്നെ നമുക്ക് എന്ത് വേണ്ട, നമുക്ക് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഒരാളെ തേടി സൊല്യൂഷന് പോകേണ്ട ആവശ്യമില്ല, ഉള്ളിൽ നിന്ന് തന്നെ വരും. അതാണ് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പറയാനുള്ള മെയിൻ കാരണം. നമ്മൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സ് ക്ലീൻ ആക്കണം. മനസ്സ് ക്ലീനാക്കി നമ്മൾ അങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്ത് അതിന് ക്ലീനാക്കി നമ്മൾ ആ കാം ആൻഡ് ഹാപ്പിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ഞാൻ പറഞ്ഞ പോലെ ഉത്തരം ലഭിക്കുക. ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. അവിടെ സുഖദുഃഖങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ എന്തൊക്കെ ദുഃഖങ്ങൾ നമ്മളെ ലൈഫിൽ വന്നാലും അതൊക്കെ നല്ല ആത്മധൈര്യത്തോടുകൂടെ സമാധാനത്തോടുകൂടെ നേരിടാനുള്ള ചങ്കൂറ്റമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും അതൊക്കെ തന്നെയാണ്. കൂടുതലൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് സമൃദ്ധിയാണ്. ആ സമൃദ്ധി എടുക്കാനുള്ള മൈൻഡ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതെല്ലാ ഏരിയയിലും ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, മണി. സമൃദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? എബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഏരിയയിലുള്ള സമൃദ്ധി അല്ലേ? നമുക്ക് എല്ലാ ഏരിയയിലും സമൃദ്ധി വേണം. അപ്പോൾ നമ്മളെ മനസ്സിനെ ഒരുക്കണം, മനസ്സിനെ അറിയണം. അപ്പോൾ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേണിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്